നമ്മളെന്ന് വെച്ചാൽ ഇവിടെ കൂലിപ്പണിയെടുത്ത് ജീവിക്കുന്നവരല്ലേ, രാവിലെ എണിച്ച് പണിക്ക് പോകാനൊക്കെ ഭയങ്കര പേടിയാണ്. ആദ്യമായിട്ടാണ് ഇങ്ങനൊരു സംഭവം ഈ ഭാഗത്ത് ഇങ്ങനെ ഉണ്ടാകുന്നത്. ആദ്യമായിട്ടാണ് ഇങ്ങനൊരു സംഭവം നടക്കുന്നത്. അതുകൊണ്ട് എല്ലാവർക്കും പേടി തന്നെയാണ്. എന്താ സംഭവിക്കുന്നത് പറയാൻ പറ്റില്ലല്ലോ. അത് കാരണം എല്ലാവരും റൂമിൽ തന്നെ ഇരിക്കുകയാണ്. രാത്രി ആരും ഉറങ്ങിയിട്ടില്ല കാര്യമായിട്ട്. അപ്പൊ ഞങ്ങള് രാത്രി എല്ലാരും പേടിച്ച് വരച്ചാണ് ഇരുന്നത്. ഒരു പോളെ കണ്ണടച്ചിട്ടില്ല. ഇനി ഞങ്ങൾ ആരെങ്കിലും രാവിലെ പുറത്തിറങ്ങി കഴിഞ്ഞാൽ ഞങ്ങൾ ആരെങ്കിലും പിടിച്ചു കഴിഞ്ഞാലും ഒരു മനുഷ്യനെ പിടിച്ചു കഴിഞ്ഞാൽ ജീവനെ ഞങ്ങൾ എന്ത് ചെയ്യും? അങ്ങനത്തെ ഒരു അനുഭവത്തിലാണ് ഇപ്പോൾ ഞങ്ങളുള്ളത് ഇവിടെ. ഞാനൊരു ക്ഷീരകർഷകനാണ്. വെളുപ്പിന് 4 മണിക്ക് എനിക്ക് കറക്കണതാണ്. പേടിയാണ് തൊഴിൽ പോകാൻ. അപ്പോൾ ഈ അടുപ്പിച്ച് ഈ അയൽവക്കത്തെ എല്ലാ വീട്ടിലും ഈ കട പിടിക്കുന്നുണ്ട്. ഇവർ പിടിച്ച് ബത്തേരിയിൽ കൊണ്ടുപോകും, തിരിച്ച് ഈ കാട്ടിൽ തന്നെ കൊണ്ടുവിടുന്നത് സംശയം. ഇപ്പോൾ അവർ തന്നെ പറയുന്നു 5-6 കൊണ്ടിരുന്നത്. ഞങ്ങൾക്ക് ഒരു ഭീതിയാണ്. കടുവ മാത്രമല്ല, അതും ഒരു പ്രശ്നമാണ്. മക്കളെ കഴിക്കുന്നതും ചെന്നായിനെ കണ്ടിട്ടുണ്ട്, കരടീനെ കണ്ടിട്ടുണ്ട്, ഒരുപാട് ഇതുണ്ട്. പിന്നെ ഈ കാട്ടിക്കാള എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്, അതൊക്കെ ഇഷ്ടംപോലെ നമ്മൾ കാണുന്നുണ്ട്. ആഴത്തിൽ ചർച്ച ചെയ്യുകയും നാളിതുവരെ പരിഹാരം കണ്ടെത്താൻ കഴിയാത്തതുമായൊരു വിഷയമാണ് മനുഷ്യ വന്യജീവി സംഘർഷം. സംസ്ഥാനത്തിന്റെ പല ഭാഗങ്ങളിലും പ്രത്യേകിച്ച് മലയോര മേഖലകളിൽ വന്യജീവികൾ മനുഷ്യ ജീവിതത്തിൽ അപകടകരമാം വിധം ഇടപെടുന്നുവെന്നത് യാഥാർത്ഥ്യമാണ്. വനങ്ങളിൽ സ്വൈര്യവിഹാരം നടത്തിയിരുന്ന ആന, കടുവ, പുലി, കരടി, കാട്ടുപോത്ത് തുടങ്ങിയ വന്യമൃഗങ്ങൾ ജനവാസ കേന്ദ്രങ്ങളിൽ വിലസുകയാണ്. മനുഷ്യ വന്യജീവി സംഘർഷത്തിന് ഹേതുവായി പല കാരണങ്ങൾ പറയുന്നുണ്ട്. വയനാട്ടിൽ ഇന്നും കാട്ടാനയുടെ ആക്രമണത്തിൽ വിദ്യാർത്ഥിക്ക് ഗുരുതരമായി പരിക്കേറ്റു. പുൽപ്പള്ളിയിൽ പാക്കം കാരേരിക്കുന്ന് കരുനായ്ക്ക് കോളനിയിലെ വിജയൻ കമലാക്ഷി ദമ്പതികളുടെ മകൻ ശരത്തിനാണ് ഇന്ന് പരിക്കേറ്റത്. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ച 14-കാരന്റെ സ്ഥിതി ഗുരുതരമാണ്. അദ്ദേഹം ഇപ്പോഴും അപകടനില തരണം ചെയ്തിട്ടില്ല. വയനാട്ടിൽ നിന്ന് വന്യജീവി ആക്രമണം റിപ്പോർട്ട് ചെയ്യാത്ത വാർത്താ ദിനങ്ങൾ ഇപ്പോഴില്ല. വനാതിർത്തിയിലെ മനുഷ്യരിൽ പലരും എന്ത് ചെയ്യണമെന്നറിയാതെ വാസസ്ഥലവും കൃഷിയിടവും വിട്ട് പലായനം ചെയ്യേണ്ട അവസ്ഥയിലാണ്. 2011 മുതൽ 2022 വരെ സംസ്ഥാനത്ത് 34,785 വന്യജീവി ആക്രമണങ്ങൾ ഉണ്ടായെന്നാണ് വനം വകുപ്പിന്റെ ഔദ്യോഗിക കണക്ക്. ഇവയിൽ 1,233 പേർക്ക് ജീവൻ നഷ്ടമായി, 6,803 പേർക്ക് ഗുരുതരമായി പരിക്കേറ്റു. 2021 മാത്രം വന്യജീവി ആക്രമണങ്ങളിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം 66. 2018-2022 കാലയളവിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് 105 പേരാണ്. കൃത്യമായ പഠനവും ആസൂത്രണവും ഈ വിഷയത്തിൽ നടക്കുന്നില്ല എന്ന വസ്തുത നമ്മൾ മറന്നുകൂടാ. മനുഷ്യജീവനുകൾ നഷ്ടപ്പെടാതെയുള്ള വന്യജീവികളുടെ ആവാസ വ്യവസ്ഥയിൽ അലോസരമുണ്ടാക്കാതെയുള്ള എന്ത് പരിഹാരമാണ് കാണാനാവുക? ഗുരുതരമായ പ്രശ്നത്തെ നേരിടാൻ ഗൗരവത്തോടെയുള്ള സമീപനം തന്നെയാണ് ഏറ്റവും അത്യാവശ്യം. പഠനങ്ങളും റിപ്പോർട്ടുകളുമൊക്കെ വർഷാവർഷം പുറത്തു വരുന്നുണ്ടെങ്കിലും പ്രശ്നപരിഹാരം മാത്രം അകലെയാകുന്ന അവസ്ഥയ്ക്കാണ് മാറ്റം വരേണ്ടത്. ആരോപണ പ്രത്യാരോപണ വാഗ്വാദങ്ങൾക്കപ്പുറം ക്രിയാത്മകമായ പരിഹാര മാർഗങ്ങളെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യണം. ശാസ്ത്രലേഖകൻ വിജയകുമാർ ബ്ലാത്തൂരിന് ഈ വിഷയത്തിൽ പറയാനുള്ളത് എന്താണ് എന്ന് കേൾക്കാം. ശല്യം എന്നതിന് പകരം നമ്മൾ അതിന് ഇപ്പോഴും ഉപയോഗിക്കുന്നത് മാൻ ആനിമൽ കോൺഫ്ലിക്റ്റ് എന്നുള്ള കുറെ കൂടി പരിഷ്കരിച്ച ഒരു പ്രയോഗമാണ്. ലോകത്തെങ്ങുമായിട്ട് ഈ കാടുകളോട് ചേർന്ന് നിൽക്കുന്ന താമസിക്കുന്ന ജനങ്ങളെ എത്രയോ വർഷങ്ങളായിട്ട് ഈ മൃഗങ്ങളുമായിട്ടുള്ള പ്രശ്നങ്ങൾ അവർ അഭിമുഖീകരിക്കുന്നുണ്ട്. അത് ഇന്ത്യയിലോ മാത്രമല്ല, ലോകത്തെ ഒരുവിധ എല്ലാ സ്ഥലങ്ങളിലും ആ ഒരു വിഷയമുണ്ട്. ജൈവ വൈവിധ്യം, അവയുടെ സംരക്ഷണം, പരിസ്ഥിതി സംരക്ഷണം തുടങ്ങിയ കാര്യങ്ങളിൽ നമ്മൾക്ക് കുറേ നമ്മുടെ ആഗോളതാപനവും പാരിസ്ഥിതികമായിട്ടുള്ള മറ്റ് പ്രതിസന്ധികളും കാലാവസ്ഥാ വ്യതിയാനവും ഒക്കെ വന്നതിനെ തുടർന്നിട്ട് നമ്മൾ ഈ കാര്യങ്ങളെ പറ്റിയിട്ട് നമ്മുടെ ജൈവ വൈവിധ്യ സംരക്ഷണത്തിൻ്റെ ആവശ്യം, അവർക്ക് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ എത്രമാത്രം മനുഷ്യകുലത്തെ തന്നെ ബാധിക്കും എന്നുള്ള കാര്യത്തിലൊക്കെ നമുക്ക് അവയർനെസ് നമുക്ക് വന്നിട്ട് കുറച്ച് വർഷങ്ങളൊക്കെ ആയിട്ടുള്ളൂ. അതിനുശേഷം ഇവക്ക് വേണ്ടിയിട്ട്, അവയുടെ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് ലോകത്തെങ്ങുമുള്ള പല ഏജൻസികളും ഈ നിയമങ്ങൾ കർശനമാക്കാൻ വേണ്ടിയിട്ട് ഓരോ രാജ്യങ്ങളോടും പറയുന്നുണ്ട്. അതിൽ പല രാജ്യങ്ങളും ഇപ്പോഴും അതൊന്നും കൃത്യമായിട്ട് പാലിക്കാത്തവരുണ്ടെങ്കിൽ കൂടി ഇന്ത്യയെ പോലെയുള്ള രാജ്യങ്ങൾ വളരെ കൃത്യമായിട്ട് വന്യമൃഗ സംരക്ഷണ നിയമങ്ങൾ പാലിക്കുന്നുണ്ട്. അതിൽ തന്നെ കേരളത്തെ പോലെയുള്ള സ്റ്റേറ്റുകൾ അതിലേറ്റവും മികച്ച രീതിയിലാണ് കഴിഞ്ഞ കുറച്ച് വർഷം 10-20 വർഷമൊക്കെ ആയിട്ട് നടപ്പിലാക്കുന്നത്. കേരളം മറ്റ് സ്റ്റേറ്റുകളിൽ നിന്നും, ഇന്ത്യയിലെ തന്നെ മറ്റ് സ്റ്റേറ്റുകളിൽ നിന്നും വളരെ വ്യത്യസ്തമാണ്. കാരണം ഭൂവിസ്തൃതി വളരെ കുറവാണ്, വളരെ ചെറിയ ഭൂവിസ്തൃതിയുള്ളൊരു പ്രദേശമാണ്, വളരെ കൂടിയ ജനസംഖ്യയുണ്ട്.
കൂടാതെ തന്നെ ഈ ആകെയുള്ള ചെറിയ ഭൂവിസ്തൃതിയുടെ തന്നെ 30% സ്വാഭാവികമായിട്ടുള്ള കാടുകളായിട്ട് റിസർവ് വനങ്ങളായിട്ട് നമ്മൾ സംരക്ഷിക്കുന്ന ഒരു സ്റ്റേറ്റ് കൂടിയാണ് കേരളം. അതുപോലെ കയ്യേറ്റങ്ങൾ അല്ലെങ്കിൽ കാടിലുള്ള മനുഷ്യന്മാരുടെ ഇടപെടലുകൾ വളരെ കുറവുള്ള സ്റ്റേറ്റും കൂടിയാണ്. നമ്മുടെ കഴിഞ്ഞ ഒരു 10-20 വർഷമൊക്കെ ആയിട്ട് കാട്ടിലേക്ക് ആളുകൾ പോയിട്ട് ഏതെങ്കിലും വിധത്തിലുള്ള കയ്യേറ്റങ്ങളൊക്കെ വളരെ അപൂർവമായിട്ട് മാത്രമാണ്. വളരെ അവിടെ ഇവിടെയൊക്കെ വളരെ ചെറിയ തോതിലൊക്കെ നടക്കുന്നുണ്ടെങ്കിൽ ടോട്ടൽ നമ്മുടെ കേരളത്തിലെ കാടുകളുടെ വിസ്തൃതിയുമായിട്ടൊക്കെ അത് ബന്ധിപ്പിച്ച് നോക്കുമ്പോൾ വളരെ നിസ്സാരമായിട്ടുള്ള ചില കയ്യേറ്റങ്ങളൊക്കെ അവിടെ ഇവിടെയൊക്കെ നടന്നിട്ടുള്ളൂ. അപ്പോൾ കേരളത്തിലെ അങ്ങോളം ഇങ്ങോളം ഉള്ള കാടുകളോട് ചേർന്നിട്ടുള്ള പല സ്ഥലങ്ങളും 10, 50, 100 വർഷമൊക്കെ പഴക്കമുള്ള ജനവാസ കേന്ദ്രങ്ങൾ തന്നെയാണ് പലതും. അപ്പോൾ അവിടെയൊക്കെ ആളുകൾ കൃഷി ചെയ്യുന്നു, കൃഷിയെ മാത്രം ആശ്രയിച്ച് ജീവിക്കുന്നു, അവരുടെ ഒരു വരുമാന മാർഗ്ഗം ഇത് മാത്രമൊക്കെ ആയിട്ടുള്ള പ്രദേശങ്ങളുണ്ട്. കടുവ, ആന, പുലി ഒക്കെ, കരടി, കാട്ടുപോത്ത് തുടങ്ങിയൊക്കെ ഇപ്പോഴ് കുറച്ച് കാലമായിട്ട് നമ്മുടെ പ്രദേശങ്ങൾ കാടുകളിൽ നിന്നും പുറത്തേക്ക് വരുന്നുണ്ട്. അത് കാട്ടിലുള്ള ജീവികളാണ്. ഇവയൊക്കെ കാടിനോട് ചേർന്ന പ്രദേശങ്ങളിൽ മാത്രമല്ല കാടിൻ്റെ അതിരിൽ നിന്നും വളരെ ദൂരെ 10-15 കിലോമീറ്റർ ദൂരെയുള്ള പ്രദേശങ്ങളിലൊക്കെ വന്ന് നാശനഷ്ടങ്ങൾ വരുന്നു, മനുഷ്യജീവന് പ്രശ്നം ഉണ്ടാക്കുന്നു. നമ്മൾ ആലോചിക്കേണ്ടത് കേരളത്തിൻ്റെ ആകെ വീതി എന്ന് പറയുന്നത് പല സ്ഥലങ്ങളിൽ ഈ കാട് കഴിഞ്ഞാൽ 10, 40 അല്ലെങ്കിൽ 50 കിലോമീറ്റർ മാത്രമൊക്കെ ഉള്ളൂ. അതുകൂടാതെ ഈ കൃഷിയെ മാത്രം ആശ്രയിച്ച് ജീവിക്കുന്നവരെ സംബന്ധിച്ചിട്ട് കാട്ടുമൃഗങ്ങൾ എന്നും കാട്ടിൽ നിന്ന് ഇറങ്ങുന്ന മൃഗങ്ങൾ കൂടാതെ തന്നെ കുരങ്ങ്, പന്നികൾ, മയിൽ ഇതൊക്കെ സ്ഥിരമായിട്ട് കാട്ടിൽ നിന്നും എത്രയോ മുമ്പേ തന്നെ ഇങ്ങ് വന്ന് ഇവിടെ സ്ഥിരമായിട്ട് കാടുകളിലോട് ഓരം ചേർന്നിട്ട് ജീവിച്ചിരുന്ന ഈ മൃഗങ്ങളൊക്കെ ഇപ്പം കാട്ടിന് പുറത്തുള്ള സുരക്ഷിതമായിട്ടുള്ള സ്ഥലങ്ങളിൽ, കൃഷിയിടങ്ങളിൽ, പലപ്പോഴും കൃഷി അസാധ്യമായിട്ടുള്ള ചില പ്രദേശങ്ങൾ പോലും ഉണ്ട്. അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ എത്രയോ തലമുറകളായിട്ട് അവിടെ നിൽക്കുന്നുണ്ട്. അവയൊക്കെ ഇനി കാട്ടുമൃഗങ്ങൾ എന്ന് വിളിക്കുന്നതിന് വരെ നാട്ടുമൃഗങ്ങൾ എന്ന് വിളിക്കേണ്ട അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ടാവും. ഇനി എന്തുകൊണ്ടാണിത് അല്ലെങ്കിൽ എന്താണ് പരിഹാരം എന്നുള്ള ഒരു ചർച്ച വരുമ്പോൾ 2 വിധത്തിലുള്ള അഭിപ്രായങ്ങൾ, 2 എക്സ്ട്രീമായിട്ടുള്ള അഭിപ്രായങ്ങളാണ് വരിക. ഒന്ന്, ഇതൊക്കെ കയ്യേറിയിട്ടാണ്, കാട് മൃഗങ്ങളുടെ സ്ഥലമാണ് കാട്, അല്ലെങ്കിൽ ഈ സ്ഥലങ്ങളൊക്കെ അവയുടെ സ്ഥലങ്ങളൊക്കെ തിരിച്ചു പിടിക്കുന്നതാണ്. ആർത്തി പൂണ്ട മനുഷ്യർ മുഴുവൻ കുടിയേറിയും കയ്യേറിയും കൈക്കലാക്കിയിരുന്ന സ്ഥലങ്ങളൊക്കെ മൃഗങ്ങൾ തിരിച്ചു പിടിക്കുകയാണ്. അത് ശരിയാണ്, അല്ലെങ്കിൽ അങ്ങനെ തന്നെയാണ് വേണ്ടത്. ഇനി അവിടെയുള്ള ആളുകളൊക്കെ അവിടെ നിന്ന് ഒഴിഞ്ഞു പോവുകയാണ് വേണ്ടതെന്നൊക്കെ പറയുകയും അതേപോലെ ആ സ്ഥലങ്ങളൊക്കെ വീണ്ടും കാടുകളായിട്ട് മാറ്റണമെന്നൊക്കെ വാദിക്കുന്ന തരത്തിലുള്ള വളരെ പ്രിവിലേജ്ഡ് ആയിട്ടുള്ള, ഇതൊന്നും നേരിട്ട് ബാധിക്കാതെ ആൾക്കാർ പലരും ഈ കാൽപ്പനിക പരിസ്ഥിതിവാദികളാണ്, തീവ്ര പരിസ്ഥിതിവാദികളായിട്ടുള്ള ആൾക്കാരുകളൊക്കെ അങ്ങനെയുള്ളൊരു നിർദ്ദേശം മുന്നോട്ട് വെക്കും. ഇതിനൊക്കെ കാരണം വന്യമൃഗങ്ങളുടെ ആക്രമണങ്ങൾ നടക്കുന്നത്, വന്യമൃഗങ്ങൾ വളരെ സാധുക്കളാണ്, അല്ലെങ്കിൽ അവരെ കൊണ്ടൊരു കുഴപ്പമില്ല, അവയൊക്കെ ആക്രമിക്കുന്നതുകൊണ്ടും അവയെ പല വിധത്തിൽ ഉപദ്രവിക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെ മൃഗങ്ങൾ മനുഷ്യരെ ആക്രമിക്കുന്ന. അല്ലാതെ കണ്ടോ ആദിവാസികളൊക്കെ എത്രയോ തലമുറകളായിട്ട് അവർക്കൊപ്പം സുഖമായിട്ട് ജീവിക്കുന്നില്ലേ എന്നൊക്കെയുള്ള തരത്തിൽ. അതുകൂടാതെ മൃഗങ്ങളെ ആകർഷിക്കുന്ന തരത്തിലുള്ള കൃഷി ചെയ്യുന്നതുകൊണ്ടാണ്, വാഴയും കവുങ്ങും ഒക്കെ കൃഷി ചെയ്യുന്നതുകൊണ്ടാണ്. മനുഷ്യരെന്ത് കൃഷി ചെയ്യണമെന്നൊക്കെ ജീവിക്കാൻ കൃഷി കൊണ്ട് ജീവിക്കുക എന്ന് പറയുന്ന അസാധ്യമായ ഒരു കാലത്ത് അവരുടെ കൃഷിയെപ്പോലും എന്ത് കൃഷി ചെയ്യണമെന്നൊക്കെ ഇതുവരെ മണ്ണിൽ കൈകുത്താതെ ആൾക്കാരൊക്കെയാണ് അഭിപ്രായം പറയുന്നത് എന്നുള്ള ഒരു കൗതുകം കൂടി അതിലുണ്ട്. ഇതിൻ്റെ നേരെ വിപരീതമായിട്ടുള്ള എക്സ്ട്രീമായിട്ടുള്ള വേറെ ചിലപ്പോൾ ചില രാഷ്ട്രീയ ലക്ഷ്യങ്ങളോട് കൂടിയിട്ടൊക്കെ ആയിരിക്കാം കർഷക പക്ഷത്ത് നിന്നുകൊണ്ട് പറയുന്ന അഭിപ്രായങ്ങളും ഉണ്ട്. അതായത് കാടുകളുടെ ആവശ്യമില്ല, കാട്ടിലുള്ള മുഴുവൻ മൃഗങ്ങളെ വെടിവെച്ച് കൊല്ലണം, പുറത്തിറങ്ങുന്ന എല്ലാവരും കൊല്ലണം. അങ്ങനെ വളരെ അപൂർവമായിട്ടൊക്കെ ചില ആൾക്കാർ ഈ കാടിൻ്റെ ആവശ്യം എന്താണ്, ഈ വന്യമൃഗങ്ങളെ എന്തിനാണ് ഇങ്ങനെ സംരക്ഷിക്കുന്നതെന്നൊക്കെ ചോദിക്കുന്ന വളരെ എക്സ്ട്രീമായിട്ടുള്ള ഭാഗത്ത് നിന്നുകൊണ്ട് ചിലപ്പോൾ വൈകാരികമായിട്ടുള്ള പ്രകടനമായിരിക്കാം, പ്രതികരണമായിരിക്കാം. മനുഷ്യരെ ആക്രമിച്ച് മനുഷ്യർ മരിക്കുകയൊക്കെ ചെയ്യുമ്പോൾ എപ്പോഴും കേൾക്കുന്ന ഒരു കാര്യമാണ് പുറത്തിറങ്ങുന്ന എല്ലാ മൃഗങ്ങളെയും, കടുവയെ, ആനയായാലും ഒക്കെ വെടിവെച്ച് കൊല്ലുകയാണ് പരിഹാരമെന്ന് പറയുന്ന ഒരു എക്സ്ട്രീമായിട്ടുള്ള 2 തലത്തിലുണ്ട്. മൃഗങ്ങളുടെ എണ്ണം കൂടുന്നുണ്ട്. എത്രമാത്രം കൂടുന്നുണ്ട്? ഈ ഗവൺമെൻറ് ഏജൻസികൾ നൽകുന്ന കണക്കുകൾ സുതാര്യവും സത്യസന്ധവുമാണോ? അത് മനുഷ്യരെ സാധാരണ ഇതിനെ എഫക്റ്റ് ചെയ്യപ്പെടുന്ന മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം വിശ്വാസത്തിലെടുക്കാൻ പറ്റുന്ന വിധത്തിലുള്ള വളരെ സുതാര്യമായിട്ടുള്ള കണക്കെടുപ്പുകളാണോ? പലപ്പോഴും ഉണ്ടാകുന്ന കണക്കുകൾ പല തരത്തിലുള്ള ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. അതിനുള്ള ക്രൈറ്റീരിയകൾ, ഇവയുടെ എണ്ണം കണക്കാക്കുന്നതിലുള്ള ക്രൈറ്റീരിയകളിലുള്ള മാറ്റങ്ങളൊക്കെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം സംശയം ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ കൃത്യമായിട്ട് ഈ മൃഗങ്ങളുടെ, നമുക്ക് നേരിട്ട് എഫക്റ്റ് ചെയ്യുന്ന മൃഗങ്ങളുടെ, ആനകളുടെയും കടുവകളുടെയും ഒക്കെ എണ്ണം എത്രമാത്രം കൂടിയിട്ടുണ്ട്, അവയെ കൂടിയിട്ടുണ്ടെങ്കിൽ അവയുടെ നിയന്ത്രിക്കേണ്ട ഒരു ഘട്ടത്തിലേക്ക് എത്തിയിട്ടുണ്ടോ,
കാടിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ വനങ്ങളുടെ കപ്പാസിറ്റി അവയുടെ ഹോം റേഞ്ചൊക്കെ കണക്ക് കൂട്ടിക്കൊണ്ട് അവയ്ക്ക് ഉൾക്കൊള്ളാവുന്ന സ്ഥലമാണോ, അതുപോലെ അത് കൃത്യമായിട്ടുള്ള കണക്ക് കൂട്ടാനും വലിയ വിഷമമുണ്ട്. നമുക്കറിയാം 3 സ്റ്റേറ്റുകളിലേക്ക് പടർന്നു കിടക്കുന്നതാണ് പലപ്പോഴും നമ്മുടെ ഈ വെസ്റ്റേൺ ഗട്ട്സിൻ്റെ ഭാഗമായിട്ടുള്ള ബയോസ്ഫിയർ, നീലഗിരി ബയോസ്ഫിയറൊക്കെ. അപ്പോൾ ഏത് സ്റ്റേറ്റിൻ്റെ എന്നൊന്നും ഒക്കെ പറയാനുള്ള വിഷമമുണ്ട്. എങ്കിൽ കൂടി അതൊക്കെ കുറേ കൂടി സമഗ്രമായിട്ട് എല്ലാ സ്റ്റേറ്റുകളിലും ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടുള്ള എണ്ണങ്ങൾ, കൃത്യമായിട്ടുള്ളൊരു കണക്കുകൾ നമുക്ക് കിട്ടേണ്ടതുണ്ട്. അതേപോലെ തന്നെ ഈ മൃഗങ്ങളുടെ ബിഹേവിയറിൽ വന്നിട്ടുള്ള മാറ്റം, അവയുടെ ഭക്ഷ്യലഭ്യത, സെന്ന പോലുള്ള ഇൻവേസീവായിട്ടുള്ള ചെടികളും മരങ്ങളും ഒക്കെ കാടുകളിൽ വളരുന്ന മൂലം അവർക്ക് കിട്ടേണ്ട ഭക്ഷണത്തിൻ്റെ ലഭ്യത കുറഞ്ഞിട്ടുണ്ടോ തുടങ്ങിയ, അല്ലെങ്കിൽ ജലലഭ്യത, ഇതൊക്കെ നമ്മൾ കൃത്യമായിട്ടുള്ള ശാസ്ത്രീയമായിട്ടുള്ള പഠനങ്ങൾ നടത്തിയിട്ട് നാട്ടുകാർക്ക് കൂടി ബോധ്യമാകുന്ന വിധത്തിലുള്ള നിലപാടുകൾ എടുക്കേണ്ടി വരും. ഒരു പരിഹാരം എന്നുള്ളതിൽ വളരെ പെട്ടെന്ന് ഒരു നിർദ്ദേശമൊന്നും ആർക്കും കൊടുക്കാൻ പറ്റില്ല. വളരെ കോംപ്ലിക്കേറ്റഡ് ആണ്. നമുക്കറിയാം, ആളുകളെ നേരിട്ട് ബാധിക്കുന്ന പ്രശ്നങ്ങൾ വരുമ്പോൾ പെട്ടെന്നുള്ള പരിഹാരങ്ങൾ, ആനയും പോലെയുള്ള മൃഗങ്ങൾ പുറത്തേക്ക് ഇറങ്ങാതിരിക്കാനുള്ള വേലി കിട്ടുന്നതിനെ പറ്റിയിട്ട് നമ്മൾ ചർച്ച ചെയ്യും. കടുവകളെ പോലെ കൂടുന്നുണ്ടെങ്കിൽ അതിന് കടുവയെ കൂട്ടിൽ പിടിച്ച് വീണ്ടും തിരിച്ച് കൊണ്ടുപോകുന്നതിനെ പറ്റിയിട്ടൊക്കെയാണ് സംസാരിക്കുന്നത്. പക്ഷേ കൃത്യമായിട്ട് നമുക്ക് ദീർഘകാലാടിസ്ഥാനത്തിൽ ഇവക്ക് പരിഹാരം എന്ത് എന്നുള്ളതിനുള്ള നിർദ്ദേശങ്ങൾ നമുക്ക് പെട്ടെന്നൊന്നും പറയാൻ പറ്റില്ല. എങ്കിലും നിലവിൽ ഉള്ള അവസ്ഥയിൽ, കൃഷി അസാധ്യമായിരിക്കുന്ന അവസ്ഥയിൽ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം ജീവിക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അവർക്ക് വരുമാന മാർഗം ഉണ്ടാക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. അവരുടെ ജീവൻ രക്ഷിക്കുക എന്നുള്ളതും വളരെ പ്രധാനമാണ്. അപ്പോൾ ഈ നമ്മുടെ ടൂറിസത്തിൻ്റെ സാധ്യതകൾ നമുക്ക് ഏതെങ്കിലും വിധത്തിൽ ഈ തരത്തിലുള്ള മൃഗങ്ങൾ പുറത്തേക്ക് ഇറങ്ങുന്ന സ്ഥലങ്ങളിൽ അവയെ സന്ദർശിക്കാനോ അവയെ കാണാനോ ഒക്കെയുള്ള സാധ്യതകളുണ്ടെങ്കിൽ അത് വളരെ വൈൽഡായിട്ടുള്ള ചിന്തകളാണ് ഞാൻ പറയുന്നത്. അങ്ങനെയുള്ള പലപ്പോഴും വടക്കേ ഇന്ത്യയിലൊക്കെയുള്ള കനഹ പോലെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഈ ജനങ്ങൾ, അവർക്ക് ഇതൊരു വരുമാന മാർഗം കൂടിയാണ്. മൃഗങ്ങളും അതേപോലെയുള്ള സാധനങ്ങൾ കാണാൻ ടൂറിസ്റ്റുകൾ വരികയൊക്കെ ചെയ്യുന്നത്. അത്തരത്തിലുള്ള ഒരു സാധ്യതകളെ പറ്റിയിട്ട് നമ്മൾ ചിന്തിക്കണം. ആളുകളെ പറ്റിയിട്ട് ആളുകളെ കുറ്റം പറയുന്നതിന് മുമ്പ് തന്നെ കേരളത്തിലെ ഈ കാടുകളോട് ചേർന്നിരിക്കുന്ന ആളുകളുടെ ഈ സംരക്ഷണ പ്രവർത്തനങ്ങൾ ഇല്ല എന്നും നമുക്ക് പറയാൻ പറ്റില്ല. ആൾക്കാർ ഈ പഴയ പോലെയല്ല മൃഗങ്ങളെ വേട്ടയാടുന്നത് തെറ്റാണെന്നും അല്ലെങ്കിൽ ആ മൃഗങ്ങളെ സംരക്ഷിക്കേണ്ടത് മനുഷ്യകുലത്തിൻ്റെ ആവശ്യമാണെന്നൊക്കെ സാധാരണക്കാരായ മനുഷ്യർക്ക് പോലും ഇപ്പോഴും അറിയാം. അവരാരും അങ്ങനെ വേട്ടയാടാനൊന്നും പോകുന്നില്ല. വളരെ അപൂർവമായിട്ടുള്ള ആളുകൾ മാത്രമാണ് കാടുകളിലേക്കൊക്കെ കയറിയിട്ട് മൃഗങ്ങളെ വേട്ടയാടുന്നത്. അപ്പം അങ്ങനെയല്ലാതെ ആളുകൾക്ക് ഈ കാടിനോട് ചേർന്നുകൊണ്ട് തന്നെ നമുക്ക് ജീവിച്ചേ പറ്റൂ. അപ്പോൾ അവരെ മുഴുവൻ അവിടെ നിന്ന് മാറ്റിക്കൊണ്ട് എവിടത്തേക്ക് അറബിക്കടലിൽ കൊണ്ടുപോയിട്ട് അവരെ ഒന്നും സ്ഥാപിക്കാൻ പറ്റില്ല. അപ്പോൾ കേരളത്തിൽ പോലുള്ളൊരു സ്റ്റേറ്റിൽ ദീർഘകാലത്തിൽ വളരെ യാഥാർത്ഥ്യബോധത്തോടു കൂടി ചിന്തിച്ചുകൊണ്ടുള്ള പരിഹാരങ്ങൾ ഉണ്ടാകേണ്ടിയിരിക്കുന്നു. അത് വളരെ കോംപ്ലിക്കേറ്റഡ് ആണ്. കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള പരിഹാരങ്ങളാണ് നമുക്കുള്ളത്. ഇതിൽ മനുഷ്യരെ മുഖവിലക്കെടുക്കുക, അല്ലെങ്കിൽ അവരെ വിശ്വാസത്തിലെടുക്കുക, സാധാരണ ഇത് അനുഭവിക്കുന്ന ആൾക്കാരെ മുഖവിലക്കെടുക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. എന്തൊക്കെ പറഞ്ഞാലും മനുഷ്യജീവനേക്കാളും ഉപരിയല്ല ഏതൊരു കാട്ടുമൃഗത്തിൻ്റെയും അല്ലെങ്കിൽ ഒരു മൃഗത്തിൻ്റെയും ജീവൻ എന്നുള്ളത് പ്രധാനമാണ്. അപ്പോൾ കാട്ടിൽ നിന്നിറങ്ങുന്ന നമ്മൾ സംരക്ഷണം ആവശ്യപ്പെടുന്ന വളരെ സംരക്ഷണം ആവശ്യപ്പെടുന്ന കടുവകളെയും ആനകളെയും പോലെയുള്ള മൃഗങ്ങൾ, കാട്ടുപോത്തിനെ പോലെയുള്ള കരടിയെ പോലെയുള്ള മൃഗങ്ങൾ ഒഴിച്ചിട്ടുള്ള ബാക്കിയുള്ള നാട്ടിൽ തന്നെ കൃഷിക്ക് അസാധ്യമാണ്. വളരെ വിശദമായി തന്നെ വിജയകുമാർ ബ്ലാത്തൂർ ശാസ്ത്രലേഖകൻ സംസാരിച്ചു. മുമ്പെങ്ങുമില്ലാത്ത വിധത്തിൽ മനുഷ്യ വന്യജീവി സംഘർഷം കൂടുകയാണ്.